ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇരാൻസ് ട്യൂഷൻ. സോ നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഇരിക്കുകയാണ്. സോ റിലാക്സ് മൂഡാണ്, എൻജോയ്മെന്റ് മൂഡാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഓരോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. എല്ലാ മോനെ എപ്പോഴാണ് റിസൾട്ട് വരുന്നത്? എല്ലാ മോനെ ഈ 10ന് ശേഷം +1 ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത്? സോ ഇത് കേട്ട് നിങ്ങൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, ഏത് കോഴ്സ് എടുക്കണം. ഇതുവരെ 10ാം ക്ലാസ് വരെ നിങ്ങൾ എന്തായാലും എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചിരിക്കണം. ഏത് വിദ്യാർത്ഥിയാണെങ്കിലും, ഭാവിയിൽ ഡോക്ടർ ആവണം എന്നുള്ള കുട്ടിയാണെങ്കിലും ശരി, അക്കൗണ്ടന്റ് ആവണം എന്നുള്ള കുട്ടിയാണെങ്കിലും ശരി, ജേർണലിസ്റ്റ് ആവണം എന്നുള്ള കുട്ടിയാണെങ്കിലും ശരി, എല്ലാ കുട്ടിയും നിർബന്ധമായിട്ടും വിത്തൗട്ട് ഓപ്ഷനിങ് ഇതുവരെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചു വരണം, അല്ലെ? ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, അങ്ങോട്ടേക്ക് നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. സോ അവിടെയാണ് കൺഫ്യൂഷൻസ് വരാം. ഇതുവരെ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനി ഏത് സെലക്ട് ചെയ്യണം? ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കരിയർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് നയിക്കേണ്ടത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായിരിക്കാം, ഒരു പക്ഷേ കൺഫ്യൂഷനിലായിരിക്കാം. ഡോൺ വറി, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. നിങ്ങളുടെ കൂടെ ഇരാൻസ് ട്യൂഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. സോ പ്രധാനമായിട്ടും 3 ഓപ്ഷൻസ് ആണ് നമുക്ക് +1 പോകുന്ന സമയത്ത് ഉള്ളത്. ഏതൊക്കെയാണത്? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ പലരും ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. എങ്കിലും മക്കളെ, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3 ഓപ്ഷൻസ് ആണ് +1 പ്രധാനമായിട്ട് ഓരോ കുട്ടികളും എടുക്കുക, അല്ലെ? അപ്പൊ എന്താണ് സയൻസ്? അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്താണ് കൊമേഴ്സ്, എന്താണ് ഹ്യൂമാനിറ്റീസ്, എല്ലാം അറിഞ്ഞിരിക്കണം. ഈവൻ നിങ്ങൾ ഇതിൽ ഏതാണോ എടുക്കുന്നതെന്ന് ചിലപ്പോൾ മേ ബി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പിച്ചിട്ടുണ്ടാവും, ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ എന്തറിയണം, 3ന്റെയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ യഥാർത്ഥ പാതയിൽ തന്നെയാണോ, എൻ്റെ കരിയർ ഞാൻ ഉദ്ദേശിക്കുന്ന അതേ പാതയിലേക്കാണോ പോകുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ ആണോ ഇവിടെ മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നോക്കാം. പൊതുവെ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ധാരണയുണ്ട്, കൂടുതൽ മാർക്ക് കിട്ടിയാൽ നമുക്ക് സയൻസ് എടുക്കാം. ഓക്കെ, മാർക്ക് കുറച്ച് കുറവാണ്, അങ്ങനെയാണെങ്കിൽ കൊമേഴ്സ് എടുക്കാം. മാർക്ക് വളരെ കുറവാണ് എങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം. പക്ഷെ അങ്ങനെയില്ല മക്കളെ, ഫുൾ A+ കിട്ടുന്ന കുട്ടികളും കൊമേഴ്സ് എടുക്കുന്നുണ്ട്, അതെ. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കരിയർ അവർ ഉദ്ദേശിക്കുന്നത് കൊമേഴ്സിലാണ്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ സയൻസ് എടുക്കുന്നുണ്ട്, കാരണം അവർക്ക് സയൻസ് വഴിയുള്ള എന്താ പറയുക കരിയറാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ എന്ത് നോക്കരുത്, നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതെടുത്തു അത് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും സ്ട്രീം സെലക്ട് ചെയ്യരുത്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്, എൻ്റെ കട്ട ചെങ്ക്, അവൻ എടുത്ത് സയൻസ് ആണ്, സോ ഞാനും സയൻസ് എടുക്കുന്നു. ആ ഒരു ഓപ്ഷന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ സ്ട്രീം അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഇഷ്ടം വേറെ ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ടിന്റെ കരിയർ വേറെ ആയിരിക്കും, അംബിഷൻ വേറെ ആയിരിക്കും. സോ അവൻ അത് സെലക്ട് ചെയ്തു, അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യണം എന്നില്ല. സോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അംബിഷൻ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു സ്ട്രീം സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ട്രീം എന്ത് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ അംബിഷൻ എന്താ, എനിക്ക് എന്താ പറയാ പൈലറ്റ് ആവണമെന്നാണ്, എന്നിട്ട് ഞാൻ കൊമേഴ്സ് എടുത്താൽ എനിക്ക് പൈലറ്റ് ആവാൻ കഴിയുമോ? ഇല്ല. സോ അതുപോലെ നിങ്ങളുടെ അംബിഷൻ, പാഷൻ, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ +1 സ്ട്രീം സെലക്ട് ചെയ്യാൻ. സോ നമുക്കറിയാം 3 സ്ട്രീമുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് സയൻസ്. സോ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയുക ഇൻട്രൊഡക്ഷൻ സയൻസിന് തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ 8, 9, 10 അല്ലെങ്കിൽ അതിൽ ചെറുപ്രായത്തിൽ തന്നെ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ പൊതുവെ +1 നമുക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. 6 സബ്ജക്ട്. 10ാം ക്ലാസ് വരെ 10 സബ്ജക്ട് ഉണ്ടായിരുന്നു, അല്ലേ? എന്നാൽ ഇനി +1, +2 എത്ര എണ്ണം മതി? 6 സബ്ജക്ട് പഠിച്ചാൽ മതി. അതിലൊന്ന് എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും.
ഫസ്റ്റ് ഇത് എന്താണ്? ഇംഗ്ലീഷ്. അത് ഏതാണെങ്കിലും, സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും. ദെൻ മറ്റൊന്നാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുണ്ടാവും, ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും. അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ അറബി എടുക്കാം, മലയാളം എടുക്കാം, ഹിന്ദി എടുക്കാം, സംസ്കൃതം എടുക്കാം. സോ അവിടെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏതിൽ? ഈ പറഞ്ഞ ലാംഗ്വേജിൽ. ഓക്കെ, ഫസ്റ്റ് ഇത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. ഇത് രണ്ടും സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സെയിം എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഈ സെക്കൻഡ് ലാംഗ്വേജിൽ 4 ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ചിലവർക്ക് മലയാളം ആയിരിക്കും ഈസി, സോ അവർക്ക് മലയാളം എടുക്കാം. ചില കുട്ടികൾക്ക് ഹിന്ദിയാണ് ഇഷ്ടം, അവർക്ക് ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ അറബിയോ സംസ്കൃതമോ വാട്ടെവർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഇനി മൂന്നാമത്തെ സയൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ കോമ്പിനേഷൻസിലും ബാക്കി 4 എണ്ണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബയോ സയൻസും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. പൊതുവെ ഏതൊരു എന്താ പറയാ സ്ട്രീം ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതെന്തായിരിക്കും? ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട്. സോ 5 എണ്ണമായി. ഇനി 6ാമത്തേത് ബയോ ആണെങ്കിൽ, ബയോ സയൻസ് ആണെങ്കിൽ ഏതുണ്ടാവും? നമുക്ക് ബയോളജി പഠിക്കാനുണ്ടാവും. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവിടെ ഓപ്ഷൻ ഏതായി മാറും? CS ആയി മാറും, കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് മാറും. സോ ഇതാണ് സയൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ മക്കളെ, ഇനി നമുക്ക് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുത്തു വിചാരിക്കാം. ദെൻ അപ്പൊ നമ്മൾ അത് മാത്രം ആലോചിച്ചാൽ പോരാ, അതിനുശേഷം എന്ത്? പ്ലസ് ടുവിന് ശേഷം എന്ത്? അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. സോ പ്ലസ് ടുവിന് ശേഷം സയൻസ് എടുത്ത കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് MBBS പഠിക്കാൻ വേണ്ടി പോവാം. മെഡിക്കൽ ഫീൽഡ് ആയിട്ടുള്ള MBBS. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടറായി മാറാം. ഒരു ഡോക്ടറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ MBBS പഠിക്കും. സോ നിങ്ങളുടെ അംബിഷൻ ഡോക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഏതാ പഠിക്കേണ്ടത്? നിങ്ങൾ MBBS ആണ്. ദെൻ നഴ്സിംഗ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫാർമസി നമുക്ക് പഠിക്കാൻ പോവാം. BSc ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് BSc തന്നെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്ത്? എഞ്ചിനീയറിംഗ്, BTech. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ BTech തന്നെ മെക്കാനിക്കൽ, സിവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ BTech നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സയൻസ് എടുത്താൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്ത്? ആർക്കിടെക്ചർ. ഒരു ആർക്കിടെക്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് സ്റ്റഡീസ് ഒക്കെ എന്ത് ചെയ്യും? ആർക്കിടെക്ചറൽ സ്റ്റഡീസ് എന്ത് നമുക്ക് സയൻസ് എടുത്തിട്ട് പോകാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഏവിയേഷൻ. ദെൻ അതുപോലെ തന്നെ പല BAകൾ ലൈക്ക് BA സുവോളജി അങ്ങനെയുള്ള ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. അതൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ കൊമേഴ്സ് കോഴ്സസ്. നിങ്ങൾ സയൻസ് എടുത്തു, പ്ലസ് 1 പ്ലസ് 2 സയൻസ് എടുത്തു. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറിച്ച് അത് കൊമേഴ്സിനും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനും ആ ഓപ്ഷൻ ഇല്ല. സോ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊമേഴ്സ് കോഴ്സസിലേക്കോ ഹ്യൂമാനിറ്റീസ് കോഴ്സസിലേക്കോ വേണമെങ്കിൽ പിന്നീട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണോ മക്കളെ? സോ ഇതാണ് നമുക്ക് ഏതിൽ പഠിക്കാനല്ല അറിയാനുള്ളത്. എന്ത്? സയൻസിൽ പ്ലസ് ടുവിന് ശേഷം എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് കൊമേഴ്സിന്റെ കാര്യത്തിലേക്ക് പോവാം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സിന്റെ പേപ്പേഴ്സ് പൊതുവെ നമ്മൾ 10ാം ക്ലാസ്സിന് മുമ്പ് പഠിച്ചിട്ടില്ല. സോ ഇനി പുതിയതായിട്ടാണ് നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെയും 6 പേപ്പേഴ്സ് തന്നെയാണ്. അതിൽ ആദ്യത്തെ 2 എണ്ണം ഇംഗ്ലീഷും ലാംഗ്വേജും സെയിം ആസ് പെർ സയൻസ്. ഇനി വരുന്ന 4 എണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നതാണ് അക്കൗണ്ടൻസി. ഒരു കണക്കുമായി ബന്ധപ്പെട്ട ഓരോ കണക്കുകൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ എന്നതുമായി ബന്ധപ്പെട്ടതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി വിത്ത് AFS ഉണ്ട്. ഇങ്ങനെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്ത്? ബിസിനസ് സ്റ്റഡീസ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയൊക്കെ ഏത് തരം ബിസിനസ് ഉണ്ട്, അതെങ്ങനെയാണ് എന്താ പറയുക മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുക? ഈ ബിസിനസ് സ്റ്റഡീസിലാണ് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്ത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഈ 3 എണ്ണം, ഈ അക്കൗണ്ടൻസിയും ബിസിനസ്സും എക്കണോമിക്സും, ഇത് 3ഉം എന്തായാലും പൊതുവെ എല്ലാ ഓപ്ഷൻസിലും നമുക്ക് ഉണ്ടാവും. ദെൻ 6ാമത്തേതിൽ നമുക്ക് ഓപ്ഷണലാണ്. പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് മാത്സ് ഒരു ഓപ്ഷനാണ്,
അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മറ്റൊരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് മറ്റൊരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ സ്റ്റാറ്റി മറ്റൊരു ഓപ്ഷനാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ പേപ്പേഴ്സ് ഉണ്ട്, 4 ഓപ്ഷൻ പേപ്പേഴ്സ് ഉണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഏതാണോ അത് നമുക്ക് എടുക്കാം. സോ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പിന്നെ കുട്ടികൾക്കുള്ളൊരു സംശയമാണ്, അതിന് മാത്സ് ഉണ്ടാവില്ലേ, മാത്സിന് ഒരുപാട് പഠിക്കാനില്ലേ എന്നൊക്കെ. സോ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് എന്നുള്ളത് ഓപ്ഷൻ പേപ്പറാണ്. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാത്സ് എടുത്താൽ മതി. നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ മാത്സ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ഉള്ള സ്കൂളുകൾ ഉണ്ടാവും. സോ ആ സ്കൂളുകൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഇനി പിന്നെ അക്കൗണ്ടൻസിന് മാത്സ് ഇല്ലേ, സിമ്പിൾ മാത്സ് ആണ്. ഇത് ആഡിങ് അതുപോലെ തന്നെ സബ്സ്ട്രാക്ടിങ് പോലെയുള്ള മാത്സുകൾ മാത്രമേ ഇതിൽ വരുള്ളൂ. ഈ പറഞ്ഞ അക്കൗണ്ടൻസിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാത്സുകൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സുകൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഒരു കൊമേഴ്സിലേക്ക് പ്രധാനമായിട്ടും വരുന്നില്ല. നിങ്ങൾ മാത്സ് ഓപ്ഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും. ദെൻ തേർഡിലേക്ക് പോവാ. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്സ് എടുത്തു, പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് നോക്കാം, 1 by 1. സോ ഫസ്റ്റ് വൺ ആണ് ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ഇതെന്താണ്, ഇതും അതുപോലെ തന്നെ CMA US-ഉം. CMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 CMA ഉണ്ട്, ഇന്ത്യൻ CMA ഉണ്ട്, അതുപോലെ തന്നെ US CMA ഉണ്ട്. സോ CMA US എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. സോ ഈ രണ്ടും ഫോറിൻ ആയിട്ടുള്ള, എന്നാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് കൺട്രീസിൽ എന്താ പറയാ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സസ് ആണ് ACCAയും CMA USA-യും. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്, CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ CMA ഇന്ത്യ, അത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ദെൻ CS കമ്പനി സെക്രട്ടറി. ഓക്കെ, സോ ഇത് മൂന്നും ഈ പറയുന്ന 3 എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസ് ആണ്, പ്രൊഫഷണൽ കോഴ്സസ് ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസിലേക്ക് പോവാം. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോഴ്സസ് ഉണ്ട്, ലൈക്ക് BA, നമുക്ക് BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ദെൻ BCom MCom, BComഉം MComഉം. BCom എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് കൊമേഴ്സ്, അത് 3 വർഷത്തെ ഒരു കോഴ്സാണ്. അത് കഴിഞ്ഞ് നമുക്ക് MCom എടുക്കാം, 2 ഇയേഴ്സിന്റെ കോഴ്സാണ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ BA എടുത്താൽ നമുക്ക് എന്തിന് ഓപ്ഷൻ ഉണ്ട്, MA എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഒന്നാണ് BBA and MBA. BBA മീൻസ് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് MBA ഈസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സോ പല കുട്ടികളുടെ ഇപ്പോഴേ ഉള്ള അംബിഷൻ ആണ് എനിക്ക് MBA എടുക്കണം എന്നുള്ളത് അല്ലേ. സോ ആ MBA എടുക്കണം എന്നുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സ് ഇത് കൊമേഴ്സിലേക്ക് വേണം നിങ്ങൾ എല്ലാവരും വരാൻ. അതേപോലെ തന്നെ പല കുട്ടികൾക്കും ഇപ്പോഴേ CA ആവാൻ ആഗ്രഹം ഉണ്ടാവും, CMA ആകാൻ ആഗ്രഹം ഉണ്ടാവും, ACCA ആവാൻ ആഗ്രഹം ഉണ്ടാവും. സോ ഇത്തരം കോഴ്സുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, കൊമേഴ്സ് സ്ട്രീമാണ് +1 +2 നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ദെൻ LLB, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് LLB വക്കീലാവാൻ വേണ്ടിയിട്ട്, അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന്റെ കോഴ്സസും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇനി നോക്കുകയാണെങ്കിൽ മൂന്നാമതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെയും 6 സബ്ജക്റ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്. ഈ 3 എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഈ 5 കഴിഞ്ഞാൽ 6ാമത്തേത് ഓപ്ഷൻ പേപ്പർ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈക്ക് നമുക്ക് ഏതെടുക്കാം, നമുക്ക് സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ CA എടുക്കാൻ വേണ്ടി സാധിക്കും, ജേർണലിസം എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വേറെ ഓപ്ഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഒരു 10ലധികം ഓപ്ഷൻസ് നമുക്ക് എന്തിനുണ്ട്, ഹ്യൂമാനിറ്റീസിലെ അവസാനത്തെ ആ ഓപ്ഷൻ പേപ്പറിൽ മാത്രം അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഓപ്ഷൻ പേപ്പർ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇത് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെല്ലാം സാധിക്കും, എന്തെല്ലാം പഠിക്കാൻ കഴിയും. സോ നമുക്ക് എന്ത് ചെയ്യാം, BAക്ക് പോവാം, BA MA, BA ഇംഗ്ലീഷ്, BA മലയാളം പോലുള്ള BAക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും.
അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ജേർണലിസം പഠിക്കാൻ വേണ്ടിയിട്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പോലുള്ള കോഴ്സുകളുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാലാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ LLBക്ക് പഠിക്കാൻ പോകാൻ സാധിക്കും. നമ്മൾ കൊമേഴ്സിലും കഴിയും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലും നമുക്ക് എന്ത് ചെയ്യാം, LLBക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് സിവിൽ സർവീസ്. സിവിൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രീം ഉള്ളവർക്കും അറിയാം, ഡിഗ്രിയാണ് അതിന്റെ മാനദണ്ഡം. പക്ഷേ ഹ്യൂമാനിറ്റീസ് വഴി പോകുന്നവർക്ക് ഒരു മുൻതൂക്കം ഉണ്ടാവലുണ്ട്. കാരണം ചോദ്യങ്ങൾ അധികവും ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, അധിക ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് ടീച്ചറൊക്കെ ആവാൻ ആഗ്രഹമുള്ളവർക്ക് BEd, ഇതൊക്കെ ഏത് ഓപ്ഷനിൽ നിന്നും വേണമെങ്കിൽ എടുക്കാൻ കഴിയും. BEd എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് എന്ത്, സോഷ്യൽ വർക്ക്. MSW പോലെയുള്ള കോഴ്സുകളുണ്ട് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട. അതും നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണോ മക്കളെ? സോ ഇതാണ് നമുക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് +2 ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം. സോ മക്കളെ, ഞാൻ 3 ഓപ്ഷൻസും അതിന്റെ ഒരു ബ്രീഫ് ഐഡിയയും നിങ്ങൾക്ക് എന്ത് ചെയ്തു പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഏതെടുത്തു, നിങ്ങളുടെ അയൽവാസി ഏതെടുത്തു, നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും ഏതെടുത്തു, ഇത് നോക്കിയിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ അംബിഷൻ, നിങ്ങളുടെ ഡ്രീം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ എന്ത് ചെയ്യുക, തിങ്ക് വൈസ്, ചൂസ് വൈസ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല കരിയർ ഗൈഡൻസ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു, ബൈ ബൈ.